ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഖുർആനിൽ തീർച്ചയായിട്ടും ഒരു സൂറത്തുണ്ട്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. 30 ആയ. ആ സൂറത്തിൽ 30 ആയത്തുകളാണുള്ളത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തത് 30 ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. ആ 30 ആയത്തുകൾ ഉണ്ടല്ലോ, ശഫാഅത്ത് ലിറജുലിൻ, ഒരു മനുഷ്യനിക്ക് ശഫാഅത്ത് ചെയ്യുന്നതാണ്. ഹത്താ ഗുഫിറ ലഹു, അവന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കുന്നത് വരെ. ആ 30 ആയത്തുകൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഉമ്മമാരെ, മറന്നു പോകരുത്. ഇന്നത്തെ രാത്രിയിൽ നാം തബാറക് ഓതുമ്പോ ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. പടച്ചവനെ, വിശുദ്ധമായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 30 ആയത്തുകൾ അടങ്ങുന്ന ഒരു വിശുദ്ധമായ അധ്യായം ഖുർആനിലുണ്ട്. ആ അധ്യായം എങ്ങാനും ആരെങ്കിലും പതിവാക്കിയാൽ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. യാസീൻ പോലെ തന്നെ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാ, ഏതാണ് ആ 30 ആയത്തുകളുള്ള സൂറത്തുകൾ എന്നറിയോ? വഹിയ സൂറത്തു തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. വിശുദ്ധമായ അൽ മുൽക്ക് സൂറത്തുണ്ടല്ലോ സ്വഹാബ, ആ വിശുദ്ധമായ സൂറത്താണ്. അതാരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ സകല പാപങ്ങളും ഉണ്ടല്ലോ, എല്ലാം അല്ലാഹുവിനിക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ അധ്യായം നമ്മുടെ ജീവിതത്തിൽ കാണാതെ പഠിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സൂറത്തുൽ വാഖിയ ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, ഇതൊക്കെ വിശുദ്ധമായ ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസുകളാണ്. മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, കേട്ടോളണേ സഹോദര, സൂറത്തുൽ വാഖിയ ഉണ്ടല്ലോ, ഇദാ വഖഅത്തിൽ വാഖിയ എന്ന വിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഉണ്ടല്ലോ, മൻ ഖറഅൽ വാഖിയത കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രികളിലും ആരെങ്കിലും ഒരാൾ വിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഓതിക്കഴിഞ്ഞാൽ ലം യഫ്തഖിർ, അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നതല്ല. എവിടെ പോയി നാം, എന്റെ പ്രിയപ്പെട്ടവരെ, പാരായണം ചെയ്യാൻ മറന്നുപോയോ? ദാരിദ്ര്യം ഉണ്ടാകുന്നതല്ല, വെള്ളത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതല്ല. വെള്ളത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുമല്ലോ, എങ്ങനെ പറ്റും? അത് വെള്ളത്തിലുള്ള ദാരിദ്ര്യമാണ്. വീട്ടിന്റെ ദാരിദ്ര്യം, അതുപോലെ തന്നെ വസ്ത്രത്തിലുള്ള ദാരിദ്ര്യം, ഭക്ഷണത്തിലുള്ള ദാരിദ്ര്യം, സമ്പത്തിലുള്ള ദാരിദ്ര്യം, ജോലിയിലുള്ള ദാരിദ്ര്യം, കച്ചവടത്തിലുള്ള ദാരിദ്ര്യം, ഒരു ദാരിദ്ര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയ ഉണ്ടല്ലോ, രാത്രി സമയങ്ങളിൽ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.